ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നത് മോൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പോയിരുന്നു. അപ്പം വിശിഷ്ടാതിഥികളൊക്കെ വന്നിട്ട് പ്രസംഗിക്കലാണ്, പ്രസംഗമൊക്കെ നടന്നുകൊണ്ടിരിക്കലാണ്. ഇതിന് ശേഷം പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതായത് സ്പോർട്സിലും കൾച്ചറൽ ആക്ടിവിറ്റീസിലെല്ലാം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടിയ കുട്ടികൾക്കും ക്ലാസ്സിൽ പ്രൊഫഷൻസി പ്രൈസൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ മോനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കുന്ന കാണാനാണ് ഞാൻ പോയത്. അപ്പോൾ ഒരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് അങ്ങനെ തീരുമാനിച്ച്. അപ്പോൾ അതിൽ തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് മോനെയാണ് വിളിക്കുന്നത്. മോൻ 3rd സ്റ്റാൻഡേർഡിലാണ്. അപ്പോൾ ആദ്യത്തെ സെക്ഷനിലെല്ലാം പ്രൊഫഷൻസിയാണ് കൊടുത്തത്. രണ്ടാമത്തേലാണ് കൾച്ചറൽ ആക്ടിവിറ്റീസിലും സ്പോർട്സിലൊക്കെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടിയ കുട്ടികൾക്കുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതിനുശേഷം കൾച്ചറൽ പ്രോഗ്രാമിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടിയ ഗ്രൂപ്പിന് പറയുന്നു. 3-4 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിൽ ഏത് ഗ്രൂപ്പായിരുന്നു എനിക്ക് ഓർമ്മയില്ല പേര്. പിന്നെ അതിന് ശേഷം എന്താ പറയണ്ടേ, കുട്ടികളെ കലാപരിപാടികളൊക്കെയാണ്. Flight to the imagination and charm and gaiety to life and to everything. To begin this auspicious event, here comes the school choir with the welcome song. ഇതിപ്പോൾ കുട്ടികളെ വെൽക്കം സോങ് ആണ്. അതായത് പരിപാടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ വെൽക്കം സോങ് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പലതരത്തിലുള്ള കലാപരിപാടികൾ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എന്ന് വെച്ചാൽ KG പ്രീ സ്കൂൾ കുട്ടികളെ തിരുവാതിരയാണ്. വെച്ചാൽ എന്താ പറയുക, ടീച്ചർമാർ അതിനെ പഠിപ്പിച്ചത്. കുഞ്ഞു മക്കൾ ഡാൻസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ, നല്ല രസമില്ലേ കാണാൻ. ഉടുപ്പൊക്കെ ഇട്ട് പ്രീ KG എന്ന് പറയുമ്പോൾ വളരെ ചെറിയ കുട്ടികളുണ്ട്. KG ഉണ്ട്, ഇതിനകത്ത് പ്രീ KG ഉണ്ട്. അപ്പോൾ വളരെ ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവരെ കളി കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കുഞ്ഞു കുട്ടികളെ കളിക്കുന്ന കാണുമ്പോൾ, വളരെ ചെറിയ കുട്ടികളെ ഡാൻസ് കളിക്കുന്ന കാണുമ്പോൾ എനിക്ക് കണ്ണിന്ന് വെള്ളം വരും. എന്തൊരു സങ്കടം തോന്നും. എന്നുവെച്ചാൽ സങ്കടം അങ്ങനെ വിഷമം കൊണ്ടല്ല, ഇത് സന്തോഷം കൊണ്ട് കണ്ണു നിറയാന്ന് അറിയില്ലേ, എനിക്ക് എന്തൊരു ഫീല് വരും. അപ്പോൾ നമ്മളടുത്ത വീട്ടിലെ എന്താ പറയുക, എൻ്റെ ഫ്രണ്ടിൻ്റെ മോളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ പാട്ട് നമ്മളിടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കുറേ കോപ്പിറൈറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ വെൽക്കം ഡാൻസും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഉള്ളത് കരാട്ടെ ആയിരുന്നു. അപ്പോൾ മോനുണ്ടായിരുന്നു കരാട്ടയ്ക്ക്. കരാട്ടെ സാറിൻ്റെ വക എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അവർ പഠിച്ച പല അഭ്യാസങ്ങളും അവിടെ കാണിക്കലും എനിക്ക് അടവുകളും ഒന്നും എനിക്കറിയില്ല. എൻ്റെ മോനുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിന് ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ച് വരുമ്പോഴേക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഏകദേശം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞിരുന്നു നമ്മൾ വരുമ്പോഴേക്ക്. അടുത്തതായി അവർക്ക് സെൽഫ് ഡിഫെൻസിങ് പഠിപ്പിച്ചിരുന്നു കരാട്ടൻ്റെ ഭാഗമായിട്ട്. അപ്പം അത് ഓരോ കുട്ടികളെ പേര് വിളിച്ചിട്ട് അവർ വന്ന് കാണിക്കുന്നതാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇട്ടിരുന്നു. അപ്പോൾ കോപ്പിറൈറ്റ് വന്നാലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ പിന്നെ ആ മ്യൂസിക് ഇടാണ്ട് ഞാൻ തന്നെ പറയുന്നത്. പിന്നെ ഓരോ കുട്ടികളെ പേര് വിളിക്കും, അവർ ഇന്ന ഡിഫെൻസിങ് ആണ് ചെയ്യുന്നത് എന്ന് പറയും.
ഇനി അടുത്തത് ഒറ്റ കയ്യിൽ ഇങ്ങനെ മലക്കുത്തം പറയുന്നതാണ്. അതിൽ ഒന്ന് എൻ്റെ വീട്ടിനപ്പുറത്തുള്ള കുട്ടിയാണ് ആഗത്തുന്ന പേര്. അപ്പോൾ നന്നായി കരാട്ടയിൽ എന്താ പറയണ്ടേ, അടിപൊളിയായിട്ട് ചെയ്യും. അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് സംഗീതം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ടീച്ചറെ പരിപാടിയുണ്ട്. ആ ടീച്ചർ പഠിപ്പിച്ച കുട്ടികളെ പാട്ടുകൾ. അപ്പോൾ ഈ തബല വായിക്കുന്ന സാറ് എൻ്റെ ഡിഗ്രിക്ക് ഫോണറ്റിക്സ് പഠിപ്പിച്ച കൃഷ്ണ സാറാണ്. പക്ഷെ പരിപാടി കഴിഞ്ഞിട്ട് പോയിട്ട് സാറോട് മിണ്ടണം എന്ന് ചോദിച്ച് പരിപാടി കഴിഞ്ഞ് കർട്ടൻ താത്ത ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് പോയി നോക്കുമ്പോൾ പിന്നെ സാറിനെ കണ്ടില്ല. എത്രയോ കാലത്തിന് ശേഷം കാണുന്നതായിരുന്നു. മിസ്സായിപ്പോയി. കഴിഞ്ഞ ജോക്കർ ഡാൻസാണ്. ഇതിപ്പം നടക്കുന്നത് എൻ്റെ മോൻ്റെ ഡാൻസാണ്. ഫ്രണ്ടിൽ ഇങ്ങനെ നോക്കുമ്പോൾ അടുത്തേറ്റത്തുള്ളത് മോനാണ്. അവരത് സോങ് സിനിമാറ്റിക് ഡാൻസ് ആയിരുന്നു. സോങ് കുറേ മിക്സഡ് സോങ്ങാണ്. അപ്പോൾ എല്ലാം കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ വേണമെങ്കിൽ എൻ്റെ മറ്റൊരു ചാനലുണ്ട്, ലേന നിഖിൽ, അതിൻ്റെ അകത്ത് ഇടാം. അതിൻ്റെ അകത്ത് കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് പാട്ടിടാൻ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ്. ഇത് സ്റ്റേറ്റ് ഡാൻസ് ആണ്. അതായത് കുറേ സ്റ്റേറ്റിൻ്റെ ഇതിലുള്ള സോങ്സ് എടുത്തിട്ട് സ്റ്റേറ്റ് ഡാൻസ് പോലെ അതിൽ പെടുന്നതാണ് ഇതെല്ലാം. അങ്ങനെ 3-4-5 സ്റ്റേറ്റിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പാട്ടൊക്കെ ഞാൻ വേണ്ടിക്കൽ മറ്റേ ചാനലിലിടാം കേട്ടോ. അപ്പോൾ കുട്ടികൾ നന്നായി, ഇത് അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പഠിപ്പിച്ച ടീച്ചർമാർക്ക് ഭയങ്കര ഒരു ക്ലാപ്പ് കൊടുക്കാൻ പറ്റിയ ഒത്തിരി അടിപൊളിയാണ്. എല്ലാ ഡാൻസും അടിപൊളിയാണ്. പക്ഷെ എനിക്ക് ഇത് കുറച്ചും കൂടെ എന്തോ നല്ലൊരു എന്താ പറയണ്ട ഒരു തീമായിപ്പോയി. കാരണം സ്റ്റേറ്റ് ഡാൻസ് പറയുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു. അതിനുമായിട്ട് സെറ്റിങ്സൊക്കെ അവർ ചെയ്തിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതായത് ഒരു ഡാൻസ് ഞാൻ എടുത്തില്ലായിരുന്നു. അപ്പോൾ ഇത് ലാസ്റ്റ് ഡാൻസാണ്. അപ്പോൾ ലാസ്റ്റ് എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് ഒരു ഡാൻസും കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വലിയ വീഡിയോസ് എല്ലാം കൂടി ഞാൻ ചുരുക്കി ഒരു 10 മിനിറ്റുള്ളൊരു വീഡിയോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.